ഓർമ്മയുടെ ശിഖരം. രവി മോനെ, പെൺകുഞ്ഞ. ഫോണിലൂടെ ഇരച്ചു വന്ന വൃദ്ധയായ തൻ്റെ ഭാര്യയുടെ അപ്പച്ചിയുടെ വാക്കുകൾ അയാളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. സീത സീത സുഖമായിരിക്കുന്നുവോ? തൻ്റെ ഭാര്യയുടെ വിശേഷമറിയാൻ അയാൾക്ക് തിടുക്കമായി. അതെ, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അയാൾക്ക് ആശ്വാസമായി. രണ്ടുപേരെയും ജീവനോടെ ലഭിച്ചല്ലോ. കഴിഞ്ഞ തവണ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് അയാൾ ഓർത്തു. ആള് ഭയങ്കര വീക്കാണ്. 36 വയസ്സ്. ഒരു വെല്ലുവിളിയാണ്. മാത്രമല്ല 2 അബോർഷൻ കഴിഞ്ഞുള്ള 3ാമത്തെ കുഞ്ഞ്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ കുട്ടി, അല്ലെങ്കിൽ... അയാളുടെ കണ്ണുകൾ നനഞ്ഞു. ആ നനവ് അയാളുടെ ഹൃദയത്തെ തൊട്ടു. അയാൾ കരയുകയായിരുന്നു. പിറ്റേന്ന് തന്നെ അയാൾ നാട്ടിലേക്ക് വണ്ടി കയറി. സായിപ്പിന്റെ ആശുപത്രിയിൽ അയാളെ കാത്ത 2 മുഖങ്ങൾ, അയാളുടെ ഭാര്യയും കുഞ്ഞും. എഴുത്തയക്കാൻ നിന്നില്ല. നാട്ടിൽ നിന്ന് വന്ന ട്രങ്ക് കോൾ അയാളെ അത്രയധികം സ്വാധീനിച്ചു. അയാളുടെ കുഞ്ഞ്, അയാളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ട അനന്തരാവകാശി. തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണാൻ അയാൾ കൊതിച്ചു. ട്രെയിൻ ഇറങ്ങി. തിടുക്കത്തിൽ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ഒറീസയിൽ ഒരു കമ്പനിയിൽ ജോലി അനുഷ്ഠിക്കുന്ന ഒരു സാധാരണക്കാരനാണ് അയാൾ. ജീവിതത്തിൽ വളരെയധികം വേദനകൾ ബാല്യം മുതൽ അനുഭവിക്കേണ്ടി വന്ന അയാൾ മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു. ദൈവവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കൂടി പാരമ്പര്യത്തിലും അന്ധവിശ്വാസങ്ങൾക്കും ഉടമയല്ല. ജീവിതഭാരങ്ങളേറെ പേറി നടന്നതുകൊണ്ടാകാം മുടിയിഴകൾക്ക് അവയുടെ സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നു. തൻ്റെ തിളക്കമേറിയ തലയിലൂടെ കൈവിരലുകൾ ഓടിച്ചുകൊണ്ട് അയാൾ പ്രസവ വാർഡിലെ കോറിഡോറിൽ ഇരുന്നു. മുടി നന്നേ കൊഴിയുന്നുണ്ട്. അയാൾ ഓർത്തു. മഞ്ഞുകണങ്ങൾ മൂടിയ പോലെ തൂവള്ള തലമുടിയുമായി ഒരു സ്ത്രീ അയാളുടെ നേർക്ക് വരുന്നത് അയാൾ കണ്ടു. പ്രായത്തിൻ്റെ അസ്വസ്ഥതകൾ സൂചിപ്പിക്കുന്ന കൈകാലുകൾ, നിലം പതിക്കാൻ കൊതിക്കുന്ന പഴുത്ത മാമ്പഴം കണക്കെ ഗുരുത്വാകർഷണ വലയം പ്രാപിച്ച വലിഞ്ഞ കവിളുകളുമായി അവർ രവിയുടെ അടുത്തെത്തി. മോൻ എപ്പോ വന്നു? സീതയെ വാർഡിലോട്ട് മാറ്റി. കുഞ്ഞിനെ ചൂട് കിട്ടുന്ന ഏതോ ഒരു കുന്ത്രാണ്ടത്തിലിട്ടിരിക്കുക എന്ന് ഡോക്ടർ പറഞ്ഞു. മോൻ ഒന്ന് ചെന്ന് ഡോക്ടറെ കാണ്. ഞാൻ കാണാം, അയാൾ പറഞ്ഞു. അയാൾ മുറിയിൽ ചെന്നപ്പോൾ ഭാര്യ നല്ല മയക്കം. ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി അവളെ വിളിച്ചില്ല. അയാൾ ചുറ്റിനും നോക്കി. വലുത് എന്ന് തോന്നിപ്പിക്കുന്ന ഇടുങ്ങിയതല്ലാത്ത ഒരു ഹാൾ. 4 കട്ടിലുകൾ. അവയിൽ 2 ആരെയോ കാത്തിട്ടെന്ന പോലെ ഒഴിഞ്ഞു കിടന്നു. ജീർണിച്ച തുണി തറയിൽ ഉരച്ചുരച്ച് ആ വാർഡിൽ സ്ഥിരമായി തൂത്തു തുടയ്ക്കുന്ന മണിയമ്മ പണി ആരംഭിച്ചു. പതിവ് പോലെ മുറുക്കി ചുവന്ന അവളുടെ ചുണ്ടുകളിൽ തുപ്പൽ തെറിക്കുമാർ അവർ ഉറക്കെ ഓരോന്ന് പുലമ്പുന്നു. വേഗതയേറിയ ജീവിതയാത്രയാൽ ക്ഷീണിതനാണ് അദ്ദേഹം. തലേന്ന് ആരംഭിച്ച ട്രെയിൻ യാത്ര അയാളെ കൂടുതൽ അവശനാക്കി. അയാൾക്കൊന്നുറങ്ങണമെന്നുണ്ട്. മണിയമ്മയുടെ പാറമേലുരയ്ക്കുന്ന ചിരട്ട കണക്കിയുള്ള തൊള്ള അയാളെ ഉറക്കത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പതിയെ എഴുന്നേറ്റ് തൻ്റെ ഭാര്യ കിടക്കുന്ന കട്ടിലിനടുത്തുള്ള ജനലിനരികെ നിന്നുകൊണ്ട് അയാൾ പുറത്തോട്ട് നോക്കി. ആകാശം തെളിഞ്ഞു കിടന്നു. ചിറകുകൾ ആഞ്ഞടിച്ച് തിടുക്കത്തോടെ തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായി വെപ്രാളപ്പെട്ട് മുന്നിലെ മരച്ചില്ല ലക്ഷ്യമാക്കി പറന്നു. അമ്മയുടെ സാമീപ്യം കുഞ്ഞിക്കിളികളെ സുരക്ഷിതരാക്കി. അവർ അമ്മയുടെ ചുണ്ടിലേക്ക് ആകാംക്ഷയോടെ നോക്കി. അമ്മക്കിളി വാത്സല്യത്തോടെ അവരെ ഊട്ടുന്നത് നിറകണ്ണുകളോടെ അയാൾ നോക്കി നിന്നു. ആ കാഴ്ച അയാളെ അയാളുടെ അമ്മയുടെ ഓർമ്മകളിലേക്ക് എത്തിച്ചു. നല്ല മുടിയും അഴകുള്ള സ്ത്രീയാണ് അയാളുടെ അമ്മ. അവരുടെ 7 മക്കളിൽ
മൂത്ത മകനായ അയാളോട് അവർക്ക് പ്രത്യേക അടുപ്പമാണ്. അയാളുടെ അച്ഛന് അറവുശാലയിലായിരുന്നു വേല. പാരമ്പര്യമായി കിട്ടിയ സ്വത്തുമുതലുകൾ മറ്റുള്ളവരാൽ കവർന്നെടുക്കപ്പെട്ടു. അത്ര സാധുവായിരുന്നു അയാളുടെ അച്ഛൻ. വിജനമായ പ്രദേശത്തെ ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന അയാളുടെ അമ്മയുടെ കാലിൽ ഒരിക്കലൊരു മുളയുടെ നാര് കൊണ്ടു. അതവർ എത്ര കാര്യമാക്കിയെടുത്തില്ല. പതിയെ അവരുടെ മാനസിക നില തെറ്റുകയായിരുന്നു. എന്താണ് കാര്യമെന്ന് ആർക്കും തന്നെ അറിവുണ്ടായിരുന്നില്ല. അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുമ്പൊരു സർപ്പക്കാവായിരുന്നു എന്നൊരു കേട്ടുകേൾവിയെ അയാൾക്കുള്ളൂ. സർപ്പകോപം കൊണ്ടാണ് അയാളുടെ അമ്മയ്ക്ക് അസുഖമുണ്ടായതെന്നും അയാൾ കേട്ടിട്ടുണ്ട്. അമ്മയുടെ അസുഖം നിമിത്തം ചെറുപ്പം മുതൽ അവർ 7 മക്കളും ഒരുമിച്ചല്ല വളർന്നത്. അയാളും തൊട്ടു താഴെയുള്ള സഹോദരനും അമ്മയുടെ വീട്ടിലാണ് വളർന്നത്. മറ്റു മക്കൾ പല സ്ഥലങ്ങളിലായി ബന്ധുക്കളുടെ കൂടെ വളർന്നു. അമ്മ അയാൾക്ക് നനവുള്ളൊരു ഓർമ്മയാണ്. എന്തെന്നില്ലാത്ത വേദന അയാൾക്ക് അനുഭവപ്പെട്ടു. തള്ളപ്പക്ഷി കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധാപൂർവം വായിൽ വെച്ചു കൊടുത്ത ഭക്ഷണം അവർ ആർത്തിയോടെ കഴിക്കുന്നതും അവയ്ക്കായി തമ്മിൽ കടിപിടി കൂടുന്നതും അയാൾ കൗതുകത്തോടെ നോക്കി നിന്നു. ഭാര്യ ഉണർന്നു എന്ന് തിരിഞ്ഞു നോക്കി. ഉണർന്നിട്ടില്ലെന്നും ബോധാവസ്ഥയിലെത്താൻ സമയമെടുക്കുമെന്നും നഴ്സിന്റെ തലയാട്ടൽ അയാളെ ഓർമ്മപ്പെടുത്തി. അയാൾ പുറത്തേക്ക് നടന്നു. കുഞ്ഞിനെ കാണാൻ ഇൻക്യുബേഷൻ മുറിയുടെ മുന്നിലെത്തി. കുഞ്ഞിനെ മുറിയിൽ കൊണ്ടുവരും, അപ്പോൾ കാണാം, നഴ്സ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പറഞ്ഞു. തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനും നെറുകയിൽ ചുംബനപ്പൂക്കൾ വിടർത്താനും അയാൾ കൊതിച്ചു. അത്രയ്ക്ക് അയാൾ ഭാര്യയും കുഞ്ഞിനെയും സ്നേഹിച്ചിരുന്നു. ആശുപത്രി വരാന്തയിലൂടെ നടക്കുമ്പോൾ അയാളുടെ മനസ്സ് നിറയെ സഹധർമ്മിണി സീതയായിരുന്നു. ജീവിതത്തിൽ നന്നേ കഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണവൾ. സീത മെലിഞ്ഞ നീളമുള്ള ചുരുളൻ മുടിയും ഒടിയാറായി മറിഞ്ഞു വീഴുമെന്ന് തോന്നിപ്പിക്കുന്ന ശരീരപ്രകൃതം. ആകെയുള്ള ഒരു പാവാട അലക്കി ഉണക്കി കലാലയത്തിൽ പോയിരുന്ന ഒരു പാവം പെൺകുട്ടി. അവളുടെ കണ്ണുകളുടെ അഴക് അയാളെ ആകർഷിച്ചിരുന്നു. ഒരു ജിമിക്ക് കമ്മൽ മാത്രമായിരുന്നു ശരീരത്തോട് ഒട്ടി നിന്നിരുന്ന സ്വർണ്ണ കഷ്ണം. അവൾക്ക് ആഭരണങ്ങളോട് കമ്പമില്ലായിരുന്നു. അവളുടെ അച്ഛൻ ഒരു ദാനധർമ്മിഷ്ഠനായിരുന്നു. അച്ഛനും അമ്മയ്ക്കും 12 വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഉണ്ടായ മകളാണ്. നേർച്ചയുടെയും വഴിപാടിന്റെയും ഫലം. അവളുടെ വേദനാജനകമായ മുഖം അയാൾ ഓർത്തു. അവരുടേത് ഒരു പ്രണയവിവാഹമായിരുന്നു. ഒട്ടനവധി വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന പ്രണയവിവാഹങ്ങളുടെ പട്ടികയിൽ ഇതും ചേർക്കാം എന്ന് കരുതിയാൽ തെറ്റി. അത്തരമൊരു പൈങ്കിളി പ്രണയകഥയല്ല അവരുടേത്. തമ്മിൽ മനസ്സിലാക്കിയ 2 പേർ, ഒരുപാട് സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ, ഒരുമിച്ച് ജീവിതം ആരംഭിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടു. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതുകൊണ്ടാവും ഇരുവരും പക്വത കൈവെടിയാഞ്ഞത്. അയാൾ പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞു വടക്കേ ഇന്ത്യയിൽ പോയി ക്ലച്ച് പിടിച്ചു വരുന്ന കാലം. ജീവിതത്തിന് ഒരു അർത്ഥം കൈവരാൻ ഒരു കുടുംബം അയാൾ ആഗ്രഹിച്ചു. അയാൾക്ക് അവളെ അല്ലാതെ മറ്റാരെയും ഭാര്യയായി, തൻ്റെ കുട്ടികളുടെ അമ്മയായി സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. മനസ്സ് നിറയെ അവളുടെ ചിത്രം മാത്രം. കണ്ണടച്ചാൽ അവളുടെ കണ്ണുകൾ അയാളുടെ ഉറക്കം കെടുത്തുന്നു. 10ാം തലം പഠിക്കുമ്പോഴാണ് ആദ്യമായി അവളെ കണ്ടത്. അന്ന് ആ പാവാടക്കാരി പെൺകുട്ടി 8ാം ക്ലാസ്സിലും. അവളുടെ പാദസ്വരക്കിലുക്കം അയാളെ ആദ്യമൊക്കെ ശല്യം ചെയ്തെങ്കിലും പതിയെ അവളുടെ സാമീപ്യം അയാൾ അഗാധമായി ആഗ്രഹിച്ചു. അവളെ അയാൾ പ്രാണന് തുല്യം സ്നേഹിച്ചു. അവളുടെ അച്ഛനമ്മമാർക്ക് തുച്ഛമായ വരുമാനം കൊണ്ട് അവരുടെ 3 മക്കളെയും നോക്കാൻ കഴിഞ്ഞില്ല. അവളുടെ വീട് ആഠ്യത്വം, ആദർശം തുടങ്ങിയവ വെച്ചു പുലർത്തുന്ന ബന്ധുബലമുള്ള ഒരു തറവാടാണ്.
അവൾ നന്നായി പാടും, സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിൽ കൂടി. ഈശ്വരൻ നേരിട്ട് അനുഗ്രഹിച്ച കുട്ടി എന്ന് അവളുടെ പാട്ട് കേട്ട് പലരും പറഞ്ഞു. കുയിൽനാദം പോലെയുള്ള അവളുടെ സ്വരം അയാൾക്ക് ഇഷ്ടമാണ്. വർണ്ണാഭമായ ചിത്രശലഭങ്ങൾ പോലെ അവളുടെ തൊണ്ടയിൽ നിന്നും ശ്രുതിമധുരങ്ങൾ പാറി നടന്നു. അവളുടെ കൈപുണ്യം അയാളുടെ നാവിൽ കപ്പൽ ഓടിക്കും. ആരും കാണാതെ അയാൾക്കായി പ്രത്യേക വിഭവങ്ങൾ അവൾ ഉണ്ടാക്കി നൽകുമായിരുന്നു. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ അറിയുമായിരുന്നെങ്കിൽ കൂടി അവളുടെ കുടുംബം ഈ ബന്ധത്തെ എതിർത്തു. അയാളുടെ കുടുംബത്തെ കുത്തഴിഞ്ഞ പുസ്തകമെന്ന് അവളുടെ വീട്ടുകാർ വിശേഷിപ്പിച്ചു. അവൾക്ക് അയാളെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. സുഖമില്ലാത്ത അമ്മ, സ്ഥിരവരുമാനമില്ലാത്ത അച്ഛൻ, തോറ്റുപോകുന്നതായി അയാൾക്ക് തോന്നി. പക്ഷേ അവളെ ഉപേക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവൾ അയാളുടെ നന്മ നിറഞ്ഞ മനസ്സിനെ തൊട്ടറിഞ്ഞു. ഒരുപാട് നാളുകൾ ഇരുവരും കാത്തിരുന്നു. കുടുംബങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറായില്ല. കാത്തിരിപ്പിന് പര്യവസാനം നൽകിക്കൊണ്ട് അവൾ അയാളുടെ സ്വന്തമായി. ഇത് ഇരുവരുടെയും കുടുംബങ്ങളിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല. അവളെയും കൊണ്ട് അയാൾ വടക്കേന്ത്യക്ക് വണ്ടി കയറി. അവരുടെ ജീവിതം അവിടെ ആരംഭിച്ചു. അയാൾ നടന്ന് കുട്ടികളുടെ വാർഡിനരികെ എത്തി. കുട്ടികൾക്കായി രൂപീകരിക്കപ്പെട്ട പാർക്കിന്റെ ബെഞ്ചിൽ സ്ഥാനമുറപ്പിച്ചു. ഈറൻ വെടിയാത്ത റോസാപ്പൂക്കൾ അവിടമാകെ സുഗന്ധം പരത്തി. അമ്മയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി വാശി പിടിച്ച് ചിണങ്ങി 3.5 വയസ്സുകാരി അവിടേക്കെത്തി. പാർക്ക് ശ്രദ്ധയിൽപ്പെട്ടതും അമ്മയുടെ പിടിവിട്ടവൾ ഓടി ഊഞ്ഞാലാട്ടം ആരംഭിച്ചു. ആ കൊച്ചുമിടുക്കി അയാളിൽ ഉന്മേഷം സൃഷ്ടിച്ചു. അയാൾ അവളിൽ മകളെ കണ്ടു. തൻ്റെ മകളുടെ ചെറുപുഞ്ചിരിക്കായി നാളുകളായി അയാൾ കാത്തിരിക്കുന്നു. അവർ ഒരുപാട് ആഗ്രഹിച്ച് കുഞ്ഞിനെ കാണാൻ അയാളുടെ മനസ്സ് തുടിച്ചു. അയാളും ഭാര്യയും മധ്യപ്രദേശിലായിരുന്നപ്പോഴാണ് അവൾ ഗർഭിണിയായത്. ഓഫീസിലേക്ക് വന്ന ഒരു ഫോൺ കോൾ അയാളെ അത് അറിയിച്ചു. സന്തോഷം കൊണ്ട് അവളെ അയാൾ ആക്ലേശിച്ചു. അവർ അവരുടെ പ്രണയം കൈമാറി. നെടുവീർപ്പോടെ ചെറു ചൂടുള്ള നനുത്ത ചുംബനം കൊണ്ട് അയാൾ അവളെ പൊതിഞ്ഞു. അങ്ങേയറ്റം ബഹുമാനത്തോടെ വാത്സല്യത്തോടെ നവജാത ശിശുവിനെ പോലെ അയാൾ അവളെ നോക്കി. ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ ഇളനീർ അവൾക്കായി എന്നും കൊണ്ടുവന്നു. മധ്യപ്രദേശിന്റെ ചൂടും ഭാഷയറിയാതെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രയാസം, അമ്മയെ പിരിഞ്ഞ വൈഷമ്യം, ഇവയൊക്കെ അവളെ അവശയാക്കി. എന്തു പ്രതിസന്ധിയും നേരിടാനുള്ള കരുത്ത് അയാളുടെ സാമീപ്യം അവൾക്കു നൽകി. അയാൾക്ക് സ്ഥലം മാറ്റമായി. അവൾ ഗർഭാവസ്ഥയിലായിരുന്നതുകൊണ്ടും ക്ഷീണം തളർത്തിരുന്നതിനാലും കൂടെ പോകുക ശ്രമകരമായിരുന്നു. അതിനാൽ ഭാഷയറിയാതെ അവൾ ഒറ്റയ്ക്ക് താമസിച്ചു. എന്നും അവൾക്ക് കൂട്ടായി തൊട്ടയലത്തെ മിടുക്കനായ 2 വയസ്സുകാരൻ ഓടിയെത്തും. രാത്രിയിൽ പാദസ്വരക്കിലുക്കം കേട്ട് അവൾ ഉണരുന്നത് പതിവായി. ആരോ മുറിയിലുള്ളതായി അവൾക്ക് തോന്നി. അവളുടെ അരികിലിരുന്ന് ആരോ വിതുമ്പി. ആ തേങ്ങൽ കേട്ട് ഭയം അവളെ മൂടി. മുറിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ മനസ്സ് മന്ത്രിച്ചു. പക്ഷെ ഒന്നിനും കഴിയാതെ അവൾ കിടന്നു. അവൾക്ക് കണ്ണു തുറന്നൊന്ന് നോക്കണമെന്നുണ്ട്. മനസ്സ് അത് അനുവദിച്ചില്ല. നിദ്രാദേവി തുണച്ചത് കാരണം പിന്നീട് അവൾ ഒന്നും അറിഞ്ഞില്ല. പിറ്റേന്ന് അവളുടെ അരികെ ഓടിയെത്തിയ 2 വയസ്സുകാരനൊപ്പം അവൻ്റെ മുത്തശ്ശിയുണ്ടായിരുന്നു. തൻ്റെ അനുഭവം സീത അവരോട് പറഞ്ഞു. അവർ കരഞ്ഞു തുടങ്ങി. അവളുടെ കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് അവർ പറഞ്ഞു, മോളെ, അതെൻ്റെ മകളാ. പ്രസവത്തിൽ മരിച്ചുപോയ ഇവൻ്റെ അമ്മ. ഇത് അവളുടെ മുറിയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നിലത്ത് കിടന്ന കയ്യേറ് പന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ചെറുമകന് നേരെ ദൃഷ്ടി പതിച്ചുകൊണ്ട് അവർ വിതുമ്പി. അവളിൽ തെല്ലൊരു ഭയം രൂപീകരിക്കപ്പെട്ടു. ഭർത്താവിനെ വിളിച്ച് അവിടെ നിന്ന് പോയാലോ എന്ന് ചിന്തിച്ചു. പുറത്തെ ചൂട് അവളെ അസ്വസ്ഥയാക്കി. ദേഹമാകെ തളരുന്നു. നിലത്ത് ചാക്കി വിരിച്ചവൾ കിടന്നു, ഒരു ആശ്വാസത്തിന്.
കണ്ണുകളിൽ പതിയെ രക്തം വറ്റി തുടങ്ങി. കൈകാലുകൾ തളർന്നു. അവൾ തീർത്തും അവശയായി കാണപ്പെട്ടു. അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയുടെ അകമ്പടിയോടെ ആശുപത്രിയിൽ പോയി. അവൾക്ക് മലേറിയ പിടിപെട്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞപ്പോൾ മനസ്സ് നിറയെ കുഞ്ഞായിരുന്നു. കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. വേദന കൊണ്ടവൾ പുളഞ്ഞു. കുഞ്ഞിൻ്റെ വിയോഗം അവളിൽ ഉളവാക്കിയ ആഘാതം ചെറുതല്ല. അവളെ അത് അലട്ടുന്ന മനപ്രയാസമായി മാറി. അവളുടെ മനസ്സ് വെന്തു നേറി. ആദ്യത്തെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തപ്പോൾ അവൾ ആകെ തളർന്നിരുന്നു. സാമ്പത്തികമായി ഒരു മെച്ചപ്പെട്ട സാഹചര്യത്തിലായിരുന്നില്ല അന്നവർ. കാര്യമായ സൗകര്യങ്ങളൊന്നുമില്ലാതെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിലാണ് ആദ്യ അബോർഷൻ നടന്നത്. അനസ്തീഷ്യ പോലും നൽകാതെ ജീവൻ പോകുന്ന വേദനയിൽ അവളുടെ ഉദരത്തിൽ നിന്നും ആ മാംസപിണ്ഡം അവർ വേർപെടുത്തി. അയാൾ മെല്ലെ കണ്ണുകൾ തുറന്നു. ചെറുനോവിൻ കിരണങ്ങൾ അയാളെ തഴുകി. കണ്ണിൽ പ്രകാശം ഉദിച്ചു. 3.5 വയസ്സുകാരിയുടെ ഊഞ്ഞാലാട്ടം ഇപ്പോഴും തുടരുന്നു. രവി, എത്ര നാളായടാ കണ്ടിട്ട്? താനെന്താ ഇവിടെ? ഗാംഭീര്യത്തോടെ വന്നു പതിച്ച ശബ്ദത്താൽ അയാൾ ഞെട്ടലോടെ തിരിഞ്ഞു. തൻ്റെ നാട്ടുകാരൻ പ്രഭുവായിരുന്നു അത്. എടോ, ഭാര്യ പ്രസവിച്ചു. പെൺകുഞ്ഞാ. താനെന്താ ഇവിടെ? അമ്മയെ കാണിക്കാൻ വന്നതാ. തൻ്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാ ഒന്നടുത്ത് കാണുന്നത്. എന്താ ഭാര്യയുടെ പേര്? ജോലിയുണ്ടോ? സീത. അയാൾ ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു. ജോലിയുണ്ടോ? പ്രഭു വീണ്ടും തിരക്കി. ഇല്ല, അയാൾ സൗമ്യമായി പറഞ്ഞു. അവർ പിരിഞ്ഞു. ആ ചോദ്യം അയാളെ ചിന്താമുക്തനാക്കി. 2 തവണ സർക്കാർ ഉദ്യോഗം ലഭിച്ചിട്ടും അയാളുടെ ഭാര്യയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. അവൾ 2ാമതായി ഗർഭം ധരിച്ചപ്പോഴാണ് ഇന്റർവ്യൂവിന് വിളിച്ചത്. രക്തസമ്മർദ്ദം ഉയർന്ന് ഗർഭം അലസിയ നാളുകളിലായിരുന്നു ഇന്റർവ്യൂ. നാട്ടിൽ വരാൻ കഴിഞ്ഞില്ല പങ്കെടുക്കാനും. അയാൾ വാർഡിലേക്ക് ചെന്നു. കുഞ്ഞിനെ ഇൻക്യുബേഷൻ മുറിയിൽ നിന്നും കൊണ്ടുവന്നിരുന്നു. സീത ഉറക്കമുണർന്നു. കുഞ്ഞിനെ ലാളിക്കുന്നു. കുഞ്ഞിന് തൊട്ടുകൊടുക്കാൻ അമ്മാവൻ കരുതിയ തീൻ അയാൾ കണ്ടു. കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് സന്തോഷത്തോടെ അയാൾ നോക്കി നിന്നു. അവൾ അയാളെ തുറിച്ചു നോക്കുന്നതായി തോന്നി. ചെറുവിരലിനാൽ കുഞ്ഞിനെ തലോടി. ലാളനയിൽ ഇക്കിളി പൂണ്ട് കുഞ്ഞ് അയാളോട് ചിരിച്ചു. അയാൾ കയ്യിലെ മോതിരമൂരി തേനിൽ ചാലിച്ച് കുഞ്ഞിന്റെ നാവിൻ തുമ്പിൽ തൊട്ടു. അവൾ ആദ്യമായി രുചിച്ചു. സീത അയാളുടെ മുഖത്തെ സന്തോഷം വാത്സല്യപൂർവ്വം നോക്കിയിരുന്നു. രവി സീതയുടെ അരികിലേക്ക് വന്നു. തല കുനിച്ച് അവളുടെ ചന്ദ്രക്കല നെറ്റിയിൽ ചുംബിച്ചു. അവരുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായി. വിവാഹശേഷം 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർക്കൊരു പെൺകുഞ്ഞു പിറന്നു. കൊഞ്ചിക്കാനും ലാളിക്കാനും അവർക്ക് സ്വന്തമായി ഇനി അവളുണ്ട്. അയാൾ തൻ്റെ ഭാര്യയെയും മകളെയും അയാളിലേക്ക് ചേർത്തു. രവി കുഞ്ഞിനെ കയ്യിലെടുത്തു. അവളുടെ കാതുകളിൽ പതിയെ പറഞ്ഞു, യെസ് ലക്ഷ്മി, സീതാ ലക്ഷ്മി, സീതയുടെ മകൾ. സീതയുടെയും രവിയുടെയും ജീവിത ദിശ മാറുകയാണ്. അവർക്ക് മുമ്പിൽ അണഞ്ഞ വെളിച്ചം വീണ്ടും തിരികൊളുത്തി. അവരുടെ മുഖം പ്രകാശിച്ചു. അവരുടെ പ്രണയം, സ്നേഹം, കരുതൽ ഇവ പങ്കിടാൻ ഇനി ഈ കുഞ്ഞും അവർക്കൊപ്പം. അവർ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു. ഇരുവരുടെയും കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞിരുന്നു. Blind faith. As I heard the clinks of shells, I woke up from the shallow dream. Slow and steady, I woke up with a new thought for a new goal. Changing minds and changing thoughts, it's all included in a cup of tea. These green valleys of nature, clear plain sky makes my day. Folding my sheets, I realized its strength. Unfolding to folds, its have a range of seconds to minutes, which have a core of our life. I ran out from my room and burst to my garden. The worms, trees, and valleys greeted me good day, not even my neighbors. The cool breeze kissed me and told her to touch her. I ran and ran, reached a sloping point, but she was lost.
lost the trust and love. The sky is getting darker and darker, and I wish for a little glow. This day, this time, it's over. But the moon gave me second chance to chase my goals. Can do the goals later, can make your wish come true, said the dark clouds. And they vanished the moon, the beam light, whom taught me trust when I was tired and exhausted. The gods refused to open the gigantic doors of the hall. They seemed baffled, frightened with my presence, and I knew not why. I showed them the letter. Bemused they stood, inspecting the letter thrice, sneaking one last glance. The majestic doors opened before me. Flooded in golden light was a hall brimming with masked men and women, masks of all kinds and archetypes, masks from all around the globe. They first greeted me with a smile. Then they were shocked, scared, and petrified. Chaos would ensue at once as they ran around the hall in despair. Fear turned to rage. They slapped and gashed my unmasked face. With a sword against my neck, confusion was all I felt. An elder from the gathering, embellished with a mask so delicate, so majestic, hauled me and offered a mask so bewitching, so aesthetic. I was about to adorn my face with that when someone shouted, "It would hurt at first, but worth it." Scared yet willed, I veiled myself with the resplendent mask. My skin burned. I tried to pull it out. It stuck to my skin and kept eating it. It scalded and tore my face and changed me into someone I never was. I took off my mask before the mirror, but I put it back at once. My face was scorched and ugly. I no longer wanted to see my wretched self. But why would I unmask myself when I am now one among them? When they love me for not loving myself, when they love me for not being myself, why would I unmask myself? കവിത ജീവൻ. എന്നമ്മേനുദരത്തിൽ പെണ്ണായി വളരും നിമിഷം എത്രയോ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഞാൻ. എന്നാൽ മനുഷ്യനെന്ന ക്രൂരമൃഗത്തിൻ സംഭാഷണങ്ങൾ ചിന്താകുലയാക്കി എന്നെ. പെൺപൈതലായി എന്നമ്മേനുദരത്തിൽ വളർന്ന നിമിഷത്തെ ശപിച്ചുപോയി ഞാൻ. ഓരോ നിമിഷവും ചങ്കിടിപ്പുമായി തുടർന്നു. ഒടുവിൽ എന്നമ്മയിൻ വാശിക്ക് മുൻപിൽ തോറ്റുപോയി അവർ. ഞാനെന്ന അത്ഭുതം പിറന്നു വീണ സമയം സന്തോഷത്താൽ കുതിരേണ്ട നന്മീൻ കണ്ണുകൾ ദുഃഖത്തിൻ ഭാരം കൊണ്ട് വിങ്ങിപ്പൊട്ടി. അതോ മറ്റുള്ളവർ ഇടവരുത്തിയതോ? ആൺകുഞ്ഞിന് ജന്മം നൽകിയില്ലെങ്കിൽ സ്ത്രീയല്ലാതെയാകുമോ ലോകമേ? കൗമാരപ്രായമെത്തിയ മകളുടെ ഭാവി ചിലവുകൾ ഓർത്ത് നൊമ്പരപ്പെട്ട അച്ഛനമ്മ മനസ്സുകൾ അറിഞ്ഞില്ല. മറുപുറത്ത് അവളുടെ കൗമാരത്തെ ആസ്വദിക്കുവാൻ തക്കം പാർത്തിരുന്ന ചെന്നായ്ക്കളെ. അവളാകട്ടെ പൂമ്പാറ്റയെപ്പോൾ ജീവിതത്തിൻ്റെ സുരഭില നിമിഷങ്ങളിലൂടെ പാറി നടന്നു. ഒരു ദിനം എല്ലാറ്റിനും വിരാമമിട്ടുകൊണ്ട് ആ ചെന്നായ്ക്കകൾ ഇരുട്ടെന്ന മാന്ത്രികൻ്റെ അലിവോടെ അപഹരിച്ചവളെ. ഒടുവിലൊരു പിടി ചാരമായി ശേഷിച്ചു അവൾ. എല്ലാറ്റിനും സാക്ഷിയായി ലോകമെന്ന പ്രതിഭാസം ഒരു അജ്ഞാത ശക്തിയെപ്പോലെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്നു. ശുഭം.